ഹേ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ലൈഫിൽ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകാത്ത പരീക്ഷണങ്ങൾ വരും. എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ശരിയാകാത്ത അവസ്ഥ, ദുആകൾക്ക് ഉത്തരം വൈകുക, ചില നഷ്ടങ്ങൾ, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കാം, അള്ളാഹു എന്നെ എന്തുകൊണ്ടാണ് പരീക്ഷിക്കുന്നത് എന്ന്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷണം വരുന്നത് അള്ളാഹു നമ്മെ ഉപേക്ഷിച്ചു എന്നതിൻ്റെ തെളിവല്ല. ചില പരീക്ഷണങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കാനും നമ്മുടെ ഈമാൻ വളർത്താനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്ന സമയത്ത് നിനക്ക് കാണാൻ സാധിക്കുന്ന 7 അടയാളങ്ങളെക്കുറിച്ചാണ്. 1. നിന്റെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു. ഒരു വലിയ പരീക്ഷണത്തിനു ശേഷം പല കാര്യങ്ങളെയും നമ്മൾ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും. മുമ്പ് വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയിരുന്ന ചില കാര്യങ്ങൾക്ക് പിന്നീട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് മനസ്സിലാകും. ലോക ജീവിതത്തിൻ്റെ സ്ഥിരതയില്ലായ്മ മനസ്സിലാക്കുകയും പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കുകയും ചെയ്യും. ഒരു പരീക്ഷണം നിന്നെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. 2. നഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നിലും നന്മയുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ലഭിക്കാതിരിക്കുക, ഒരു അവസരം നഷ്ടപ്പെടുക, ഒരു ബന്ധം അവസാനിക്കുക, ഇതെല്ലാം ഒരുപാട് വേദനകൾ നൽകും. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ മാത്രമാണ്. അള്ളാഹുവിന് അതിൻ്റെ മുഴുവൻ ഫലവും അറിയാം. അതുകൊണ്ട് ലഭിക്കാത്തതിനെക്കുറിച്ച് നിരാശപ്പെടാതെ എനിക്ക് അറിയാത്തൊരു നന്മ ഇതിന് പിന്നിലുണ്ടാകാമെന്ന് വിശ്വസിക്കുക. 3. അള്ളാഹുവിലുള്ള ആശ്രയം വർദ്ധിക്കുന്നത്. പ്രയാസങ്ങൾ വരുമ്പോൾ മനുഷ്യരുടെ പരിമിതികൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ആശ്രയം കൂടുതൽ അള്ളാഹുവിലേക്ക് മാറും. ദുആ വർദ്ധിക്കും, നമസ്കാരത്തിൽ ശ്രദ്ധ കൂടും, സഹായത്തിനായി ആദ്യം അള്ളാഹുവിനെ ഓർക്കും. ഇത് പരീക്ഷണം നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ നല്ലൊരു സൂചനയാണ്. 4. നിന്റെ ദുആ മാറുന്നു. ആദ്യത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചോദിക്കും. പക്ഷേ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുആയുടെ രീതിയും മാറും. യാ അല്ലാഹ്, എനിക്ക് നല്ലത് എന്താണോ അത് നൽകണമേ, എനിക്ക് മോശമായതിൽ നിന്ന് എന്നെ അകറ്റണമേ, നിന്റെ തീരുമാനത്തിൽ തൃപ്തനാകാൻ എന്നെ സഹായിക്കണമേ എന്ന രീതിയിലുള്ള ദുആയിലേക്ക് നമ്മളെത്തും. ഇത് തവക്കുലിൻ്റെ വളർച്ചയാണ്. 5. സ്വന്തം തെറ്റുകളെക്കുറിച്ച് കൂടുതൽ ബോധം വരുന്നു. പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മളെ നമ്മുടെ ലൈഫിനെ വിലയിരുത്താൻ പ്രേരിപ്പിക്കും. നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയും. നഷ്ടപ്പെട്ട നമസ്കാരങ്ങളെക്കുറിച്ചും ചെയ്ത പാപങ്ങളെക്കുറിച്ചും അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ സമയങ്ങളെക്കുറിച്ചും ചിന്തിക്കും. അത് നിരാശപ്പെടാനുള്ള കാരണമല്ല, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണ്. 6. ക്ഷമയും സഹനവും വളരുന്നു. മുമ്പ് ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മെ തളർത്തിയിരുന്നെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്ഷമ വളരും. പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതല്ല ക്ഷമ. പ്രശ്നങ്ങൾക്കിടയിലും നമസ്കാരം നിലനിർത്തുകയും ദുആ തുടരുകയും അള്ളാഹുവിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് ക്ഷമ. 7. പരീക്ഷണം കഴിഞ്ഞാലും അള്ളാഹുമായുള്ള ബന്ധം തുടരുന്നു. ചിലർ പ്രയാസം വന്നപ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കും. പക്ഷേ ഒരു പരീക്ഷണം കഴിഞ്ഞതിന് ശേഷവും നമസ്കാരം, ഖുർആൻ, ദുആ, തൗബ എന്നിവ ലൈഫിൻ്റെ ഭാഗമാകുന്നുവെങ്കിൽ ആ ഒരു പരീക്ഷണം നിന്റെ ലൈഫിൽ ഒരു യഥാർത്ഥ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾ മാത്രമല്ല മാറിയത്, നീയും മാറിയിരിക്കുന്നു എന്ന്. ഫ്രണ്ട്സ്, ലൈഫിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഉടനെ അള്ളാഹുവിനെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. ചില കാര്യങ്ങളുടെ കാരണം നമുക്ക് ഇപ്പോൾ മനസ്സിലാകില്ല. പക്ഷേ അള്ളാഹുവിനെ എല്ലാം അറിയാം. അതുകൊണ്ട് പരീക്ഷണ കാലത്ത് നമസ്കാരം ഉപേക്ഷിക്കരുത്, ദുആ നിർത്തരുത്, തൗബ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് വഴി കാണാത്ത സമയത്തും അള്ളാഹുവിന് വഴികൾ അറിയാം. നിന്റെ നഷ്ടങ്ങൾക്കും വേദനകൾക്കും കാത്തിരിപ്പിനും പിന്നിൽ എന്താണ് നന്മയെന്ന് ഇന്ന് നിനക്ക് മനസ്സിലാകില്ല. പക്ഷേ അള്ളാഹുവിൽ തവക്കൽ വെച്ച് മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും എളുപ്പമാക്കുകയും നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുകയും അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.